ഇനി നമുക്കൊരു അടിപൊളി പാവയ്ക്ക കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വാട്ടി എണ്ണയിൽ കടുകെല്ലാം പൊട്ടിച്ചിട്ട്, എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ജീരകം ഒരു പിടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലത് കുറുങ്ങനെ ആക്കിയെടുക്കണത്. ഈ കുറുങ്ങനെ ആക്കുന്നതിന് വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാൽ മതി, വേറെ വെള്ളം ഒഴിക്കാതെ അങ്ങനെ ആക്കിയെടുക്കുക. വേവിച്ചിട്ട് ഞാൻ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ കൈപ്പയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ടിട്ട് ഇത് കണ്ടോ, ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പിട്ടത് കൊണ്ട് ഒന്നുകൂടെ നോക്കണം ഉപ്പ്. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇടണം ഇതിനകത്തേക്ക്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മതി, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മതി. എന്നിട്ട് ഇളക്കി നല്ലപോലെ വേവിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും കൂട്ടി നോക്കണേ.